ഹലോ പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, ആദ്യം തന്നെ പോയി സ്കെച്ച് ഡൗൺലോഡ് ചെയ്യുക, വരയ്ക്കുക. ഇവിടെ നമ്മൾ ഇന്ന് വരയ്ക്കുന്നത് കുറച്ച് കൊമ്പ്, ഇലകൾ എന്നിവയാണ്. അത് നിങ്ങൾക്ക് കാണാം. അത് ഉപയോഗിക്കുന്നത് വാട്ടർ കളറിലെ ട്രാൻസ്പെറൻസി എങ്ങനെ പഠിക്കാം എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് നന്നായി ഉപകാരപ്പെടും. ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് ഓറഞ്ചാണ്. ലൈറ്റായി ഉപയോഗിക്കുന്നു, കൂടുതൽ കട്ട് ചെയ്തല്ലാതെ ഉപയോഗിക്കുന്നു. നമുക്ക് ട്രാൻസ്പെറൻസി ഉണ്ടാക്കണം, അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ചേർത്തിരിക്കുന്നത്. എന്നാൽ കളറും വെള്ളവും ഏകദേശം ഒരേ അളവിലാണ് ചേർക്കേണ്ടത്. അതിലല്പം അൾട്രാമറൈൻ ബ്ലൂ ചേർത്ത് അതിനെ മിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊരു ഗ്രേ ബ്രൗൺ നിറം പോലെയാണ് കിട്ടുന്നത്. അടുത്തതും ഓറഞ്ച് തന്നെയാണ് ചേർക്കുന്നത്. അതിന് താഴ്ഭാഗത്താണ് ഞാൻ ബ്ലൂ ചേർക്കുന്നത്. മുഴുവനായി ഫിൽ ചെയ്തെടുക്കുന്നില്ല. അതായത് പല ഇലകളും പല നിറത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത ഇല ബ്ലൂ കൊണ്ട് മാത്രമാണ്, അൾട്രാമറൈൻ ബ്ലൂ കൊണ്ട് മാത്രമാണ് വരയ്ക്കുന്നത്. അതിലല്പം ഓറഞ്ച് ചേർക്കുന്നു. പലതരത്തിൽ ഈ രണ്ട് നിറങ്ങൾ മാത്രം മിക്സ് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാമെന്നും ട്രാൻസ്പെറൻസി എങ്ങനെ ഉപയോഗിക്കാമെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിളാണ്. ഞാൻ നിങ്ങൾക്ക് ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പേടിപ്പിക്കുന്ന രീതിയിലല്ല ഈ ഒരു ചലഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്ന രീതിയിലല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായും കാണുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻ്റ് ഇടുക, ഒരു ചെറിയ ലൈക്ക് അടിക്കുക. നിങ്ങൾ ചെയ്യുന്നത് വലിയ ഒരു സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കുക. 350-ൽ കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത എൻ്റെ ചാനൽ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാം ഒപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഇൻസ്പിറേഷനാവും. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഓരോ ഇലകളും ഉപയോഗിക്കുന്നത് 2 നിറങ്ങളാണ്. അൾട്രാമറൈൻ ബ്ലൂ, ഓറഞ്ച് ആണ്. പക്ഷേ അതുകൊണ്ട് പലതരത്തിലുള്ള ഗ്രേഡിയൻറ്റുകൾ ഉണ്ടാക്കാനാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ഇലകളും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ അടുത്ത ഒരു സെറ്റ് ഓഫ് ഇലകൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് കാണാം, ചില ഇലകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, ചിലത് ഞാൻ പെയിൻറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതെന്താണെങ്കിൽ ഇപ്പോൾ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഇലയുടെ മുകളിലൂടെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഇലകളെയാണ് നമ്മൾ അടുത്ത ലെയറിൽ വരയ്ക്കുന്നത്. അതിനെ നമ്മൾ ഈ ലെയർ ഉണങ്ങിയതിന് ശേഷം വേണം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കുറച്ച് ഇലകൾ വിട്ട് നിൽക്കുന്ന ഇലകളെ വരയ്ക്കുന്നു. പിന്നെ അടുത്ത ലെയറിൽ നമ്മൾ അതിൻ്റെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഇലകളെ വരയ്ക്കാനുള്ള ഒരുക്കമാണ്. അപ്പോൾ നമുക്ക് ഈ ലെയർ ഉണങ്ങണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതാണ് ട്രാൻസ്പെറൻസി ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന രീതി. വെള്ളം ചേർക്കുന്ന രീതിയിലാണ് ഈ ട്രാൻസ്പെറൻസിയുടെ മർമ്മം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പല രീതിയിൽ ഇതിനെ ഉപയോഗിച്ച് നോക്കുക. വാട്ടർ കളറിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഈ ട്രാൻസ്പെറൻസിയാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അക്രിലിക്കും ഓയിലും ഒന്നും ട്രാൻസ്പെറൻ്റ് അല്ല, അതെല്ലാം ഒപ്പാക്ക് മീഡിയങ്ങളാണ്. ഒപ്പാക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിലൂടെ വെളിച്ചം കടത്തിവിടാത്ത തരത്തിലുള്ള കട്ടിയിലുള്ള പെയിൻറ്റിങ്ങുകളാണ് നമ്മളത് ചെയ്യുക. വാട്ടർ കളറിൽ മാത്രമാണ് ഓരോ തിൻ ലെയറുകൾ ഉപയോഗിച്ച് ഇതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ വീഡിയോകൾ ഞാൻ അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ട്രാൻസ്പെറൻസിയെക്കുറിച്ച് വളരെ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക. അത് കണ്ടാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. എൻ്റെ ചാനലിൽ പോയി നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി മുകളിൽ സെർച്ച് ചെയ്താൽ ട്രാൻസ്പെറൻസി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. അല്ല, നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. നിങ്ങൾ എന്തായാലും കാണുക, മനസ്സിലാക്കുക, പഠിക്കുക, ചെയ്തു നോക്കുക. ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് പോവുക. ഇവിടെ ആദ്യത്തെ ലെയർ നമ്മൾ ഏകദേശം 2-3 ഇലകൾ കൂടി വരച്ചാൽ കഴിയുന്നതാണ്. അതിനുശേഷം ഈ ലെയർ ഉണങ്ങിയതിന് ശേഷം ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ മുഴുവനായി ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ഒന്നും മനസ്സിലാവില്ല. ഓരോ വീഡിയോയിലും ഇതുപോലെ തന്നെയാണ്. ട്രിക്കുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാതെ ആദ്യം കുറച്ച് കണ്ട് അവസാനം കുറച്ച് കണ്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വരച്ചയക്കുന്നതിൽ ഒരു കാര്യവുമില്ല. നിങ്ങൾ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ വരച്ച ഇലകൾക്കിടയിൽ ഒട്ടും ഗ്യാപ്പില്ലാതെയാണ് നിൽക്കുന്നത്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടിട്ടില്ല. പക്ഷേ അടുത്ത ലെയർ വരുമ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വരച്ച ലെയറിൻ്റെ മുകളിലൂടെ വരയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിങ്ങൾക്ക് കാണാം. ആ ലെയർ ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത ലെയർ ചെയ്യുമ്പോൾ ആദ്യം വരച്ച ഓരോ ഇലയുടെ മുകളിലൂടെയും വരയ്ക്കുന്നത് കാണാം. ആദ്യം വരച്ചത് ഓറഞ്ച്
ഇലയായിരുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ ബ്ലൂ കൊണ്ടാണ് ചെയ്യുന്നത്. വെള്ളം ചേർത്തിരിക്കുന്നത് കാണാം. കൂടുതൽ വെള്ളം ചേർത്തില്ലെങ്കിൽ നമുക്ക് അടിയിലുള്ള ഇല കാണാൻ കഴിയില്ല, കട്ടിയിലുള്ളതായാൽ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വെള്ളം അളവ് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഇത് രണ്ടാമത്തെ ലെയർ ഓഫ് ഇലകളാണ്. അപ്പോൾ അത് ഇതുപോലെ ട്രാൻസ്പെറൻ്റായി കാണണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാക്കണമെന്ന്. ഈ ഒരു ട്രാൻസ്പെറൻസി ഉപയോഗിച്ചാണ് വാട്ടർ കളറിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്പെറൻസി. ഞാൻ 2-3 തവണ പറയുന്നത് കാരണം നിങ്ങൾക്കത് മനസ്സിലാവണം, നിങ്ങളതാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതുകൊണ്ടാണ്. ആദ്യം വരച്ച ഇലകൾക്ക് കുറേയെല്ലാം ഇലകൾ പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ അടിയിലൂടെ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ നോക്കുന്നത് പോലെ അടിയിലുള്ള ഇല കാണുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനെയാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. വീണ്ടും 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 നിങ്ങളുടെ മനസ്സിൽ അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ വാട്ടർ കളർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇതിനെക്കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കണം. ബ്ലൂ കൊണ്ട് വരയ്ക്കുന്നുണ്ട്, ഓറഞ്ച് കൊണ്ട് വരയ്ക്കുന്നുണ്ട്, ബ്ലൂവും ഓറഞ്ച് മിക്സ് ചെയ്തും വരയ്ക്കുന്നുണ്ട്. 2 തരത്തിലും വരയ്ക്കുന്നുണ്ട്. ആദ്യത്തെ ലെയറിൽ കൂടുതൽ ഓറഞ്ച് നിറങ്ങളാണ് ഉപയോഗിച്ചതെങ്കിൽ ഈ ലെയറിൽ കൂടുതൽ ബ്ലൂ നിറങ്ങളാണ് എന്ന് മാത്രം. ഇതുപോലെ നിങ്ങൾക്ക് ഏത് നിറം വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റായി ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് നിറം വേണമെങ്കിലും ഉപയോഗിക്കാം. ഓറഞ്ചും ബ്ലൂവും തന്നെ വേണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കുട്ടികൾക്ക് പോലും വരയ്ക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മളുടെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരുപാട് പേർ എനിക്ക് ചിത്രങ്ങൾ അയക്കുന്നുണ്ട്. കുറഞ്ഞത് 30-40 പേർ ഒരു ചലഞ്ച് നോക്കി വരച്ച് അയക്കുന്നുണ്ട് എന്ന് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇലകൾ നിറഞ്ഞു വരുന്നത് കാണാം. ഇനി നമുക്ക് അതിൻ്റെ ഇടയിലുള്ള കൊമ്പും കൂടി വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഇലയും കൊമ്പും കൂടി ഉള്ള ഒരു നല്ല ചന്തമുള്ള ഒരു ചിത്രമായി മാറും. ഇത് നിങ്ങൾക്ക് പലതരത്തിൽ ഉപയോഗിച്ച് ഇതിനെ ഒരു ഗ്രീറ്റിംഗ് കാർഡോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡെക്കറേറ്റീവ് കാർഡുകളോ പെയിൻറ്റിങ്ങുകളോ തന്നെ ആക്കി മാറ്റാൻ കഴിയും. ഞാൻ ഓരോ പെയിൻറ്റിങ്ങിലും പറയലുണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും, അത് ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഫ്രെയിം ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ നമുക്ക് അതുപോലുള്ള ഞാൻ ചെയ്ത വർക്കുകൾ ഫ്രെയിം ചെയ്തത് എങ്ങനെയുണ്ട് എന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് അതുപോലെ ഫ്രെയിം ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ തൂക്കാം, ഗിഫ്റ്റ് കൊടുക്കാം, പലതരത്തിലും ഉപയോഗിക്കാൻ കഴിയും. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ മുഴുവനായി കണ്ട് അത് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കണം. വരച്ച് എടുക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ദിവസവും വീഡിയോകൾ വരുന്നില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ സാവധാനം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വരയ്ക്കാൻ സമയമുണ്ട്. ഇവിടെ കാണാം നിങ്ങൾക്ക് കൊമ്പ് വരച്ചു തുടങ്ങുന്നു. എൻ്റെ കയ്യിലുള്ള ഏറ്റവും നനുത്ത ബ്രഷാണ് ഈ റിഗർ ബ്രഷ്. നിങ്ങൾക്ക് പോയിൻറ്റ് ബ്രഷ് കൊണ്ട് ചെയ്യാമെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ നനുത്ത ബ്രഷ് കൊണ്ട് ശ്രദ്ധിച്ച് ലൈനുകൾ ഇടാൻ ശ്രമിക്കുക, ധൃതി പിടിക്കരുത്. എല്ലാ പെയിൻറ്റിങ്ങിലും ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ പരത്തിയെടുക്കുകയോ ചെയ്യുന്ന രീതിയില്ല. അതില്ലാതെ തന്നെ നമുക്ക് ഇതിനെ ചന്തമുള്ളതാക്കി മാറ്റാം. ഈ ഒരു ഇലയുടെ ഷേപ്പ് ഇതുപോലെ തന്നെ വരയ്ക്കണം എന്നില്ല. ഇലകൾ പലതരത്തിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാം. അതിൻ്റെയൊക്കെ ചന്തം കൂടി വരും. നിങ്ങൾക്ക് പല പരീക്ഷണങ്ങളും നടത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇത് വരയ്ക്കുക മാത്രമല്ല ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ പുതിയ ചിത്രങ്ങൾ കൂടി വരച്ച് നോക്കണം. അപ്പോഴാണ് നിങ്ങൾ ശരിക്ക് എന്താണ് ചെയ്തത് എന്ന് പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ കോപ്പി ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് പുതിയതൊന്നും ചെയ്യാനും കഴിയില്ല. തീർച്ചയായും നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കണം. രണ്ടാമത്തെ ലെയർ ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ കൊമ്പും ചില്ലയും എല്ലാം വരയ്ക്കുന്നത്. ഉണങ്ങുന്നതിന് മുമ്പ് വരയ്ക്കാതെ ശ്രദ്ധിക്കണം. പലപ്പോഴും പലർക്കും ക്ഷമയില്ലാത്ത രീതിയിലുള്ള പെയിൻറ്റിങ്ങുകൾ അയക്കാറുണ്ട്. ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഫോട്ടോ എടുത്തടയ്ക്കും. ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഓരോ ലെയറും ചേർത്ത് അതിനെ നാശമാക്കി അയക്കാറുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. ഓരോ ലെയറും ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യുക. പലരും അങ്ങനെ ചെയ്യാൻ കാരണം വീഡിയോ മുഴുവനായി കാണാത്തത് കൊണ്ടാണ്. ഓരോ ലെയറും ഉണങ്ങി ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറയുമ്പോഴും അവരതൊന്നും ശ്രദ്ധിക്കാതെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇവിടെ ഒരു കൊമ്പ് പുറത്തേക്ക് പോയി അവിടെ കുറച്ച് കൊമ്പും ചില്ലകളും എല്ലാം വരയ്ക്കുന്നു. കുറച്ച് പൂക്കളോ കായ്കളോ ഉള്ള പോലെ നമുക്കതിനെ മാറ്റിയെടുക്കാം. ഡാർക്ക് നിറം കൊണ്ടാണ്, ഓറഞ്ചും ബ്ലൂവും മാത്രം ഉപയോഗിച്ച് ഡാർക്ക് നിറം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് റെഡ് കൊണ്ട് അതിൻ്റെ പൂക്കളെയോ കായ്കളെയോ പോലുള്ള ഭാഗങ്ങൾ വരച്ചെടുക്കാം. ഇതിനു മുമ്പ് നമ്മൾ ഗ്രീൻ നിറം കൊണ്ട് മറ്റു തരത്തിലുള്ള ഇലകളെല്ലാം വരച്ചിട്ടുണ്ട്. അതുപോലുള്ള പലതരത്തിലുള്ള പഠനങ്ങൾ നിങ്ങൾ നടത്തണം.
പരീക്ഷണങ്ങൾ നടത്തണം. വാട്ടർ കളർ എന്നാൽ പരീക്ഷണം തന്നെയാണ്. ഇവിടെ ക്രിംസൺ റെഡാണ് എടുക്കുന്നത്. നന്നായി കട്ടിയിലെടുത്താണ് ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ച് പുള്ളികൾ ഇടുന്നതേ ഉള്ളൂ. പൂക്കളെ പോലെയോ കായ്കളെ പോലെയോ കുറച്ച് പുള്ളികൾ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ കാണുക, ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റുകൾ ചേർക്കാൻ മറക്കരുത്, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തീർച്ചയായും മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കണം. ഒട്ടും വിട്ടുപോകാതെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി, 10 മിനിറ്റ് വീഡിയോ ഉള്ളൂ, അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി തീർച്ചയായും ചെയ്ത് അയക്കാൻ ശ്രമിക്കുക. തീർച്ചയായും ഞാൻ കാത്തിരിക്കാം. ഇമെയിൽ ID താഴെ ചേർത്തിട്ടുണ്ട്, ഒരിക്കലും വാട്സപ്പിലേക്ക് അയക്കേണ്ട. തീർച്ചയായും നമുക്ക് കാണാം. ഇവിടെ കുറച്ച് സ്പ്രേ കൂടി നമ്മൾ ചേർക്കുകയാണ്. നമ്മൾ സ്പ്രേ ചേർക്കേണ്ട എന്നാണ് കരുതിയത്, പക്ഷേ കുറച്ച് സ്പ്രേ കൂടി ചേർത്ത് തന്നെ കുറച്ചുകൂടി റഫാക്കാനുള്ള ശ്രമമാണ്. സ്പ്രേ ചേർത്തില്ലെങ്കിൽ നമുക്ക് വർക്കാവും. കൂടുതൽ സ്പ്രേ ചേർക്കാതെ തന്നെ ഞാനതിനെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.